KPCC പുനഃസംഘടനയിലെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിക്കുന്നതിലേക്ക് വളർന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച നേതൃയോഗം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള 4 മുൻ KPCC പ്രസിഡന്റുമാർ ബഹിഷ്കരിച്ചു. കെ മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് വിട്ടുനിന്ന മറ്റുള്ളവർ. KPCCയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ചടങ്ങിൽ നിന്ന് 7 MPമാരാണ് വിട്ടുനിന്നത്. വിവാദങ്ങൾക്കും നാടകീയതയ്ക്കും ഒടുവിൽ KPCCക്ക് പുതിയ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൽ കലഹം രൂക്ഷമാവുക തന്നെയാണ്. ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിലെ അതൃപ്തി നേതാക്കൾ പരസ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുമതലയേറ്റ ചടങ്ങിൽ പങ്കെടുക്കാത്ത നേതാക്കൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് തിരിച്ചപ്പോൾ കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു. പദവിയിൽ നിന്ന് മാറ്റിയതിൽ ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തി സുധാകരന് മാറിയിട്ടില്ല. പുനഃസംഘടന ആലോചിച്ചില്ല എന്നുള്ള പരാതി MPമാരടക്കം മറ്റു നേതാക്കൾക്കും ഉണ്ട്. KPCC സഹകാരികളെ നിയമിക്കൽ, DCC പുനഃസംഘടന എന്നിവ കൂടിയായിരുന്നു ഡൽഹി യോഗത്തിന്റെ അജണ്ട തന്നെ. അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എങ്കിൽ മിണ്ടാതിരിക്കില്ല എന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ പറയുകയാണ്. KC വേണുഗോപാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ് എന്നുള്ള ആക്ഷേപവുമാണ് ഏറ്റവും ശക്തമായി വന്നിരിക്കുന്നത്. ശശി തരൂർ, ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹന്നാൻ എന്നീ MPമാരാണ് സ്ഥാനമേൽക്കൽ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. തന്നെ വീഴ്ത്തിയ ഉപചാപക സംഘം സണ്ണി ജോസഫിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ആന്റോ ആന്റണിയും ആവർത്തിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികളെ KPCC ഭാരവാഹികളാക്കിയ നടപടി ശരിയായില്ല എന്ന് കെ മുരളീധരനും പറഞ്ഞിരിക്കുകയാണ്. MLA, MP എന്ന നിലകളിൽ ഒട്ടേറെ ജോലികൾ അവർക്ക് ചെയ്യാനുണ്ട്. അത് മുടങ്ങുന്നത് കോൺഗ്രസിന് ക്ഷീണമാകും. പുതിയ ടീം എത്ര നല്ലതാണ് എന്ന് പറഞ്ഞാലും ഇത്തരം ന്യൂനതകൾ കാണാതിരിക്കാൻ സാധിക്കുകയില്ല. സീനിയർ നേതാക്കൾ ഇരുന്ന കസേരയാണ് KPCC പ്രസിഡന്റിന്റേത്. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ആളുകൾ പോരാ എന്ന് തോന്നാമെന്നും മുരളീധരൻ ഒരു ഓൺലൈൻ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദളിതരുൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും നേതാക്കളുടെ കൂട്ട ആക്രമണമാണ് നടക്കുന്നത്. കൊടിക്കുന്നിലിന്റെ വിമർശനത്തിൽ കഴമ്പില്ല എന്നും ഒരു സഹഭാരവാഹി ദളിതനാണ് എന്നും MM ഹസൻ പറഞ്ഞിരിക്കുകയാണ്. കൊടിക്കുന്നിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ AICCയിൽ പറഞ്ഞാൽ മതി എന്നായിരുന്നു UDFന്റെ പുതിയ കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണവും.